CPM മുൻ ഏരിയ സെക്രട്ടറി KP രാമചന്ദ്രനാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാർ, നമുക്കിപ്പോൾ N അരുണിനെ കുറിച്ച് പറയുമ്പോൾ മാറ്റൂർ നിയോജക മണ്ഡലത്തിൽ വളരെ ചുരുങ്ങിയ സമയം ശക്തമായ പ്രവർത്തനങ്ങൾ EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗം വന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പോയി. എങ്ങനെ തോന്നുന്നു പ്രതീക്ഷകളൊക്കെ? മൂവാറ്റുപുഴ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല പ്രതീക്ഷ. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ചെറുപ്പക്കാരനാണ്, പൊതുരംഗത്ത് സജീവമായി നിന്ന് ആളുകളുടെ ഇടയ്ക്ക് നല്ല അംഗീകാരമുള്ള ആളാണ്. ഒരു പ്രസാദമാണ്. രണ്ടാമത്തെ കാര്യം, പിന്നിട്ട് 5 വർഷക്കാലം ഇവിടെ ഭരിച്ച MLA ആയിരുന്ന മാത്യു പെണ്ണാട് സമ്പൂർണ്ണ പരാജയമാണ്. ചെറിയ പരാജയമല്ല, സമ്പൂർണ്ണ പരാജയം. മൂവാറ്റുപുഴയുടെ വികസനത്തെ ഏറെ അദ്ദേഹം പിന്നോക്കമുണ്ട്. മൂവാറ്റുപുഴയുടെ യാത്രയ്ക്കും മറ്റുമുള്ള ഒരു കുതിപ്പാകുമായിരുന്ന സംഭവമാണ് മൂവാറ്റുപുഴ മുറിക്കല്ല് പാലം. മുറിക്കല്ല് പാലം VS-ന്റെ കാലം മുതൽ, ബാബു ഇപ്പോൾ MLA ആയിരുന്നപ്പോഴും ശേഷം എൽദോ അബ്രാഹം MLA ആയിരുന്ന ഘട്ടത്തിലുള്ള പാലത്തിൻ്റെ ഒരു 90% അപ്രോച്ച് റോഡ് ഒഴികെ 90% പൂർത്തീകരിച്ചാണ്. ആ ശേഷിക്കുന്ന 10% പൂർത്തീകരിക്കാൻ, അപ്രോച്ച് റോഡ് പൂർത്തീകരിക്കാൻ പോലും 5 വർഷക്കാലം കൊണ്ട് കൊല്ലാണ്ട് കഴിഞ്ഞിട്ടില്ല. അത് മൂവാറ്റുപുഴ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്. മറ്റൊരു കാര്യം, മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റേഷൻ അത് പൊളിച്ചിട്ടിട്ട് കാലം എത്രയായി? അത് എൽദോ അബ്രാഹത്തിൻ്റെ സമയത്ത് അതിൻ്റെ നിർമ്മാണ പണികൾ തുടങ്ങിയതാണ്. എൽദോ അബ്രാഹത്തിൻ്റെ കാലത്ത് തുടങ്ങിയിട്ട് തൊഴിലാളർ വന്നതിന് ശേഷം പിന്നീട് ഒന്നും അനങ്ങിയിട്ടില്ല. ഇപ്പോൾ ഒരു തട്ടിക്കൂട്ട് ഉദ്ഘാടനം നടത്തി എന്നല്ലാണ്ട് അത് നടത്തി പേരിനൊരു ഉദ്ഘാടനം അതാണ് നടക്കുന്നത്. മറ്റൊരു കാര്യം, മൂവാറ്റുണ്ടായിരുന്ന IAS അക്കാദമി മൂവാറ്റുണ്ടായിരുന്ന നേരത്തെ ആ IAS അക്കാദമി ഇദ്ദേഹം വന്നുകൊണ്ട് അടച്ചുപൂട്ടിപ്പോയി. മൂവാറ്റുപുഴയുടെ ഒരു അഭിമാന കാര്യമായിരുന്നത് അത് അടച്ചുപൂട്ടിപ്പോയി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ശബരി റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾക്കുണ്ടായിരുന്ന ഓഫീസ് ഇദ്ദേഹം വന്ന പിന്നെ അടച്ചുപോയി. PWയുടെ ഓഫീസുകൾ. ഇങ്ങനെ വികസന കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, മുൻകാലങ്ങളിൽ ഇടതുപക്ഷ MLA-മാർ കൊണ്ടുവന്ന വികസനം വരെ തകർക്കുന്ന നിലയിലേക്കായി. ഈ N അരുണിപ്പോ സഖാവ് നമ്മുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം മൂവാറ്റുപുഴയിൽ നടത്തേണ്ട ഇടപെടൽ എന്താണെന്നാണ് തോന്നുന്നത്? 5 വർഷം നമ്മൾ പ്രതിപക്ഷത്തിരിക്കുകയായിരുന്നല്ലോ, ഇവിടെ ഭരണമില്ലാതിരിക്കുകയായിരുന്നല്ലോ നിയോജക മണ്ഡലത്തില്. N അരുൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ചെയ്യാൻ പോണതും N അരുണിന്റെ വിജയത്തിനെ തുടർന്ന് ചെയ്യാൻ പോണത് മൂവാറ്റുപുഴയുടെ യാത്രാക്ലേശം പരിഹരിക്കാനുള്ള മുറിക്കൽ ബൈപ്പാസിന് അതിൻ്റെ പൂർത്തീകരണമാണ് അടിയന്തരമായിട്ട് വേണ്ടതാണ്. അത് പൂർത്തീകരിക്കപ്പെട്ട നമുക്കുള്ള ഇതെന്താ വെച്ചാൽ, എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ തൊടുപുഴയ്ക്ക്, കോട്ടയത്തിന്, ആ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മൂവാറ്റുപുഴ ടൗണിലേക്ക് കയറേണ്ട കാര്യമില്ല, അല്ലാതെ പോകുന്നതാണ്. മൂവാറ്റുപുഴയുടെ യാത്രാ പ്രതിസന്ധി അല്ലെങ്കിൽ പെട്ടെന്ന് പരിഹരിച്ച് കഴിയും. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പറഞ്ഞ കാര്യം 49 കോടിയോട്ട് അനുവദിക്കപ്പെട്ടിട്ടാണ് നമ്മുടെ സ്റ്റേഡിയം ചന്ദ്രശേഖരൻ ഒളിമ്പിൽ മറ്റേ ഇൻഡോർ സ്റ്റേഡിയം, അതുകൂടാതെ കായിക താരങ്ങൾക്കുള്ള നീന്തൽ മത്സരം, സ്വിമ്മിംഗ് പൂള്, കായിക താരങ്ങൾക്കുള്ള ഹോസ്റ്റല്, കായിക താരങ്ങൾക്കുള്ള ക്ലിനിക്ക്, ഇതെല്ലാം ഇടതുപക്ഷ ഇപ്പം ഞാനടക്കമുള്ള ആളുകൾ, ഞാൻ PM ഇസ്മയിൽ, അതുപോലെ അരുൺ അടക്കമുള്ളവർ ഒരു ഘട്ടത്തിൽ പോയി കായിക മന്ത്രി അബ്ദുൾ റഹ്മാനെ അടക്കം കണ്ട് ഞങ്ങളും കൂടി സംസാരിച്ചതിൻ്റെ ഭാഗമായി അനുവദിക്കപ്പെട്ട 35 കോടി രൂപ, ഏതാണ്ട് 45 കോടി, 44-45 കോടിയായി. ആ പൈസയൊന്നും സമയബന്ധമായിട്ട് ചെലവഴിക്കാൻ കഴിയുന്നില്ല. അതൊക്കെ ചെലവഴിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ കായിക രംഗത്തിൻ്റെ ഹബ്ബായി മാറും മൂവാറ്റുപുഴ. എറണാകുളം കഴിഞ്ഞ ഏറ്റവും വലിയ ഇന്റർനാഷണൽ സ്റ്റേഡിയമാണ് ഈ മൂവാറ്റുപുഴ സ്റ്റേഡിയം. അത് കേരളം ഇന്ത്യ ശ്രദ്ധിക്കപ്പെടുന്ന സ്റ്റേഡിയമാക്കി മാറ്റാൻ കഴിയും. അത് അരുണിന്റെ വിജയിച്ച് കഴിയുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അരുൺ അംഗീകാരം കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ, ഈ മൂവാറ്റുപുഴ യാത്രാക്ലേശം കഴിഞ്ഞാൽ രണ്ടാമത് പരിഹരിക്കാൻ പോണ വിഷയം ഈ സ്റ്റേഡിയത്തിന്റെ കാര്യമായിരിക്കും. അങ്ങനെ എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഇവിടെ കിടക്കുന്നു. ഇന്നിപ്പോ VD സതീശൻ BJP CPM ബാന്ധവത്തെ കുറിച്ച് ശക്തമായി ഒരു പ്രതികരണവുമായി വന്നിട്ടുണ്ട്. എല്ലാ നിയോജക മണ്ഡലത്തിലെയും MLA-മാർ കൃത്യമായി അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് UDF ഹാൻഡിലുകൾ മുഴുവൻ BJP CPM ബന്ധത്തെ കുറിച്ച് പറഞ്ഞു വലിയൊരു അറ്റാക്കാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരുന്നത്. എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കാൻ? അത് പറയാൻ ഏറ്റവും യോഗ്യൻ സതീശനാണ്. കാരണം നിരവധി RSSന്റെ പരിപാടികളിൽ ഗോൾവാൾക്കറുടെയും ഗുരുജി ഗോൾവാൾക്കറുടെയും അതുപോലെ RSS നേതാക്കന്മാരുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ഈ പറഞ്ഞ മാതിരി നിലവിളക്ക് കൊളുത്തുക, തിരി കൊളുത്തുക, ഉദ്ഘാടനം നിർവഹിക്കുക. RSSന്റെ മിക്കവാറും പരിപാടിക്ക് RSS നേതാവ് പങ്കെടുക്കുന്ന ഒരു ആന്റി RSSകാരനാണ് ഈ സതീശൻ. ഇതുപോലുള്ള ബഡായി പറയാൻ ഏറ്റവും യോഗ്യൻ സതീശനാണെന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. വളരെ സന്തോഷം.